സിനിമയിലേക്ക് വരണമെന്നുള്ള ആഗ്രഹം വളരെയധികം തന്നെ ഉണ്ടായിരുന്ന ഒരു താരപുത്രിയാണ് കുഞ്ഞാറ്റ. സിനിമയിലേക്ക് വരണമെന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെ അതിനുള്ള പരമാവധി ശ്രമം അമ്മയുടെ അരികിൽ നിന്ന് കുഞ്ഞാറ്റ ഇത്രയും നാളും നടത്തുകയും ചെയ്തു. സിനിമയിലുള്ള അരങ്ങേറ്റത്തെക്കുറിച്ച് വാർത്തകൾ വന്നു. എന്നാൽ ഇനിയിപ്പോൾ കുറച്ചു നാള് അച്ഛൻ്റെ അരികിലേക്ക് പോകാനുള്ള സമയമാണെന്ന് കുഞ്ഞാറ്റ തിരിച്ചറിയുന്നു. മനോജ് കെ ജയനും ആശയും കുടുംബവും എല്ലാം വിദേശത്താണ് സെറ്റിലായിരിക്കുന്നത്. അവിടെ നിന്നാൽ സിനിമയിലേക്ക് എത്താൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അമ്മയുടെ അരികിലേക്ക് പോകാൻ തന്നെ മനോജ് കെ ജയൻ ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് കുഞ്ഞാറ്റ ചെന്നൈയിലേക്ക് എത്തിയത്. ഇപ്പോൾ ഇതാ തിരികെ അച്ഛൻ്റെ അരികിലേക്ക് വിദേശത്തേക്ക് എത്തി അവിടെ സമയം ചിലവഴിക്കുകയാണ് കുഞ്ഞാറ്റ. സിനിമാ ഷൂട്ടിംഗ് കഴിഞ്ഞോ? സിനിമയുടെ കാര്യങ്ങൾ എന്തൊക്കെയായി? ഇങ്ങനെയൊക്കെയാണ് പ്രേക്ഷകർ ചോദിക്കുന്നത്. എല്ലാത്തിനുമുള്ള മറുപടിയുമായി താരപുത്രി എത്തും എന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും അത് ഏറ്റെടുക്കുകയും ചെയ്യുന്നത് എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. ആരാധകർ വളരെയധികം ക്ഷമയോടെയാണ് ഈ ഒരു വാർത്തയെക്കുറിച്ച് കേൾക്കുകയും ചെയ്യുന്നത്. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഇപ്പോൾ കുഞ്ഞാറ്റയുടെ ഈ വീഡിയോ കാണുന്നു. ഉർവശി തന്നെയാണ് കുഞ്ഞാറ്റയെ യാത്രയാക്കിയതും അച്ഛൻ്റെ അരികിലേക്ക് വിട്ടതും. അവൾക്ക് അച്ഛൻ്റെ അരികിലേക്ക് പോകണമെന്ന് പറയുമ്പോൾ ഉർവശി തന്നെയാണ് കൊണ്ടുപോകാറുള്ളത്. ഇപ്പോഴിതാ മനോജ് കെ ജയൻ കുഞ്ഞാറ്റയെ അമ്മയുടെ അരികിലേക്ക് അയച്ചതുപോലെ തന്നെയാണ്. ഇവർ കുഞ്ഞാറ്റയുടെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധാലുക്കളാണ്. ആശയും അങ്ങനെ തന്നെയാണ്. സ്വന്തം മകളെ പോലെ തന്നെയാണ് കുഞ്ഞാറ്റയെ കാണുന്നതെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ആശയുടെ അരികിലേക്ക് കുഞ്ഞാറ്റ പോകുന്നത് മലയാളികൾക്കും ഇഷ്ടം തന്നെയാണ്. ഉർവശിയുമായി വേർപിരിയുന്ന സമയത്ത് മകളെ കൊടുക്കാനിരുന്ന മനോജ് കെ ജയന്റെ മുന്നിലേക്ക് എത്തിയത് മദ്യപിച്ച ഉർവശിയായിരുന്നു. അന്ന് മനോജ് കെ ജയനോ കോടതിയോ കുഞ്ഞാറ്റയ്ക്ക് ഉർവശിയുടെ കയ്യിൽ കൊടുക്കാൻ തയ്യാറായിരുന്നില്ല. പിന്നീട് ഇത് ഉർവശിയും മനസ്സിലാക്കി. അങ്ങനെയായിരുന്നു ഉർവശിയുടെയും മനോജ് കെ ജയന്റെയും ബന്ധം കുഞ്ഞാറ്റയിലൂടെ നിലനിന്നു പോയത്. അതിനുശേഷം മനോജ് കെ ജയനും ഉർവശിയും രണ്ട് ജീവിതങ്ങളിലേക്ക് തിരിഞ്ഞു. അതും മലയാളി പ്രേക്ഷകർക്കറിയാം. അപ്പോഴും എല്ലാവരും കുഞ്ഞാറ്റയെക്കുറിച്ച് ചോദിക്കുമായിരുന്നു. എന്നാൽ കുഞ്ഞാറ്റയെ വളരെയധികം സന്തോഷത്തോടെ രണ്ടുപേരും മാറി മാറി കൊണ്ടുപോവുകയും ചെയ്യുമായിരുന്നു. മനോജ് കെ ജയൻ ഇവിടെ നിൽക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കി അദ്ദേഹം വിദേശത്തേക്ക് സെറ്റിലാകാൻ തുടങ്ങി. പിന്നീട് അദ്ദേഹം അവിടെ ആശയോടൊപ്പം സുഖമായി ജീവിക്കുമ്പോൾ ഒപ്പം കുഞ്ഞാറ്റയും ഉണ്ടായിരുന്നു. പഠനത്തിനൊക്കെ ശേഷം അവൾക്ക് സിനിമയിലേക്ക് അഭിനയിക്കണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ മനോജ് കെ ജയൻ അവളെ അമ്മയുടെ അരികിലേക്ക് അയച്ചു. മഹാനടിയാണ് അവർ. അതുകൊണ്ട് തന്നെ അവരുടെ അരികിൽ നിന്ന് അവൾ സിനിമയിലേക്ക് വരുന്നതിനൊരു വല്ലാത്ത സ്നേഹമൊക്കെയുണ്ട്. അവൾ ആ ആഗ്രഹം പറഞ്ഞപ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ ഞാൻ അമ്മയോട് പറയാനാണ് ആദ്യം പറഞ്ഞത്. ഉർവശിക്ക് ഒരുപാട് സന്തോഷമുണ്ടാകുമെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ അവൾ അമ്മയോട് പറഞ്ഞപ്പോൾ ഇങ്ങ് കയറി വരാനാണ് ഉർവശിയും പറഞ്ഞത്. അങ്ങനെ ഇന്ത്യയിലേക്ക്, അതായത് ചെന്നൈയിലേക്ക് കുഞ്ഞാറ്റ എത്തി. അങ്ങനെ കുഞ്ഞാറ്റയുടെ സിനിമാ സ്വപ്നം ഓരോ പടിയായി തന്നെ ഇത്രയും വർഷം കൊണ്ട് സാക്ഷാത്കാരത്തിലേക്ക് എത്തിച്ചു. ഇനി ഉടനെ തന്നെ നല്ല സിനിമകൾ ലഭിക്കട്ടെ എന്ന് പ്രേക്ഷകരെല്ലാവരും പ്രാർത്ഥിക്കുകയാണ് കുഞ്ഞാറ്റയ്ക്ക് വേണ്ടി. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.